ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇന്നലെ കോമഡി ആയിരുന്നു. ഇന്നലെ ഞാൻ യൂട്യൂബിലും പോയി, അതേപോലെ കിക്കിലും ഞാൻ ലൈവ് സ്ട്രീം പോയായിരുന്നു. ബട്ട് ആക്ച്വലി രസമായിരുന്നു. ബട്ട് യൂട്യൂബിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്കതിൻ്റെ ഡാറ്റ എനിക്ക് നല്ല രീതിയിൽ ആവശ്യമുണ്ട്, അതെനിക്ക് കിട്ടുന്നില്ല. അതായത് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ അത് ഇതാക്കുന്നുണ്ട്. കിക്കാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഒരു കമ്പനീസ് റിലേറ്റഡ് പരിപാടിയാണ് ഇന്ന് പിടിച്ചേക്കുന്നത്. അതായത് നമ്മൾ മെറ്റ ഇൻസ്റ്റഗ്രാം, ഇത് ആരുടെ കയ്യിലാണ്? ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ തന്നെ വാട്സപ്പ്, ഇതൊക്കെ ആരുടെ കയ്യിലാണ് ആക്ച്വലി ഉള്ളതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവരാണ് ഈ മെറ്റ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അതായത് സുക്കർബർഗ് ഏകദേശം 13.62%, വാൻഗാർഡ് 7.50%, ബ്ലാക്ക് റോക്ക് 6.41%, ഫിഡലിറ്റി ആണെങ്കിൽ 5.47%, സ്റ്റേറ്റ് സ്ട്രീറ്റ് ആണെങ്കിൽ 5.47%, പിന്നെ JP മോർഗൻ ചേസ് 2.07%, ജിയോഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് LLC 1.90%, പിന്നെ അതിനുശേഷം പ്രിൻസ്റ്റി റോവേ അസോസിയേഷൻസ് 1.63%, പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 1.55%, ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് 1.40%, മോർഗൻ സ്റ്റാൻലി ഏകദേശം 1.46%. പിന്നെ ബാക്കി കുറേയധികം കമ്പനികളാണ്. ബാങ്ക് ഓഫ് അമേരിക്ക ഉണ്ട്. അതിനകത്ത് എനിക്കറിയാവുന്നത് ബാങ്ക് ഓഫ് അമേരിക്ക, HSBC, പിന്നെ ഡച്ച് എനിക്കറിഞ്ഞൂടാ. ബാക്കി എനിക്കിതിനകത്ത് നെവബഡി എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ബാക്കി കുറേയധികം ചാൾസ് ഷോവബ്, UBC, അലിയൻസ്, ബർഗ്സ്റ്റൺ, ലീഗൽ ആൻഡ് ജനറൽ, ജാൻസ് ഹെഡേഴ്സൺ. ബാക്കി ഏകദേശം എല്ലായിടത്തും കൂടെ 51%. അതായത് ഒരു 50-50 ആണ്. അതായത് സുക്രണൻ്റെ അടുത്ത് ആകെ 13% ഉള്ളൂ. അതായത് ഏകദേശം ഒരു പുള്ളിക്ക് ഇപ്പം വിത്ത് വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം 100 ബില്യൻ്റെയും 250 ബില്യൻ്റെയും നടുക്കായിട്ട് വരും. എത്ര കൃത്യമായിട്ടൊന്നും എനിക്കറിഞ്ഞൂടാ. ബട്ട് ആക്ച്വലി ഇവരാണ് നമ്മുടെ സ്വന്തം മെറ്റ ഓൺ ചെയ്യുന്നത്. മെറ്റേൻ്റെ സ്റ്റോക്ക് പ്രൈസ്, കറണ്ട് മെറ്റേൻ്റെ സ്റ്റോക്ക് പ്രൈസ് നമുക്ക് നോക്കി നോക്കാം. സ്റ്റോക്ക് പ്രൈസ് എൻ്റെ മോനെ $769.46. ബട്ട് ആക്ച്വലി അത്രയും ഡോളർ ഉണ്ടെങ്കിലും ഇന്ന് ഡൗൺ ആണ് ആക്ച്വലി മെറ്റേൻ്റെ ഇതെന്ന് പറയുന്നത്. ബട്ട് ഒന്ന് ഓർത്ത് നോക്കണേ, $769 ഗൈസ്. എൻ്റെ അമ്മ, മെറ്റച്ചേട്ടന്മാര്. ഇനി അടുത്തത് നമ്മുടെ ലോകത്തിലെ ലാർജസ്റ്റ് എംപ്ലോയീസ് ഇൻ ദ വേൾഡ്. അതായത് ഏത് സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യത്തെ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസിനാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് 2.99 മില്യൺ. എൻ്റെ മോനെ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്. അത് കഴിഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അതും അമേരിക്ക തന്നെ ഏകദേശം 2.93 മില്യൺ. അതിനുശേഷം പീപ്പിൾസ് ലിബർട്ടി ആർമി, ചൈനൻ്റെ മിലിറ്ററി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ, 2.55 മില്യൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് വാൾമാർട്ട് 2.30 മില്യൺ. ആമസോണിനാണെങ്കിൽ 1.61 മില്യൺ. പിന്നെ പെട്രോ ചൈന, ആക്ച്വലി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി വാട്ട് ഈസ് പെട്രോ ചൈന? വാട്ട് ഈസ് പെട്രോ ചൈന? ലാർജസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. ഗൈസ്, അത് തന്നെ, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡ്യൂസറാണ് പെട്രോ ചൈന എന്ന് പറയുന്നത്. ഒരു പുതിയൊരു കമ്പനിയെ കുറിച്ചാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, നാഷണൽ ഹെൽത്ത് സർവീസ്. ഇത് നാഷണൽ ഹെൽത്ത് സർവീസ് UK തന്നെയാണ് ആക്ച്വലി. അതെ, നാഷണൽ ഹെൽത്ത് സർവീസ്, എ നെറ്റ്വർക്ക് ഓഫ് പബ്ലിക്ലി ഫണ്ടഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ദ UK ദാറ്റ് പ്രൊവൈഡ്സ് ഹെൽത്ത് കെയർ ഫോർ റെസിഡൻസ് ഫ്രീ അറ്റ് ദ പോയിന്റ്. അതായത് ഒരു ഹെൽത്ത് കെയർ സെക്ടറിലുള്ള
ഹെൽത്ത് കെയർ സെക്ടറിലാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഹെൽത്ത് കെയർ, റെസിഡൻസിനുള്ള ആൾക്കാർക്കൊക്കെ എല്ലാം ഹെൽത്ത് കെയർ കൊടുക്കുന്നതാണ് ഇവർ. NHS എന്ന് പറയുന്നത്. ഫോക്സ്കോൺ എനിക്ക് ആദ്യമായിട്ടാണ് ഫോക്സ് വാഗണൊക്കെ കേട്ടിട്ടുണ്ട്, അതിൻ്റെ വല്ലതും ആണോ? വാട്ട് ഈസ് ഫോക്സ്കോൺ? Foxconn, officially Honghai Precision Industry Co. Limited, is a Taiwanese multinational electronic contract manufacturing company, the world's largest in its field, known for assembling products for Apple, Microsoft, Sony, Nokia. തായ്വാനീസ് ഫോക്സ്കോൺ എന്ന് പറയുന്നത് തായ്വാനീസ് കമ്പനിയാണ്. എസ്പെഷ്യലി അവർ ഈ മാനുഫാക്ചർ ചെയ്യണേ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചെറിയൊരു കമ്പനിയാണ് ഫോക്സ്കോൺ. അവർക്കാണെങ്കിൽ 1.29 മില്യൺ. അടുത്ത വരുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്കാണ് 1.21 മില്യൺ ആൾക്കാർ. അതായത് ഒന്ന് ഓർത്ത് നോക്കും, ഇന്ത്യൻ റെയിൽവേ 1, 2, 3, 4, 5, 6, 7, 8, 9, ലോകത്തിൽ തന്നെ 9ാമത്തെ വലിയ ഇതാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. 1.21 മില്യൺ ആൾക്കാർ. അതിനുശേഷം ടാറ്റ ഗ്രൂപ്പാണ് 1.02 മില്യൺ ആണ് ആക്ച്വലി ലാർജസ്റ്റ്. അത്രയും എംപ്ലോയീസ് ഉണ്ട് ടാറ്റ ഗ്രൂപ്പിന്. അതായത് ഇത് 10ാമത്തെയാണെന്ന് തോന്നുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അത് ആക്ച്വലി 10. അതായത് 10ാമത്തെയാണ് അവർ ആക്ച്വലി എന്ന് പറയുന്നത്. അത്രയധികം ആൾക്കാരുണ്ടായിരുന്നത്. ഇതാണ് വേൾഡ് ലാർജസ്റ്റ്. ഇതിനകത്ത് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞുതരാം. മൂന്ന് സെക്ടർ, 3 കമ്പനീസ് ഇന്ത്യയിൽ നിന്നാണ്. ഡിഫൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ, ടാറ്റ ഗ്രൂപ്പ്. ഇത് 3 ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അമേരിക്കയിൽ നിന്നാണെങ്കിൽ 1, 2, 3, പിന്നെ ചൈനയിൽ നിന്നാണെങ്കിൽ 2, പിന്നെ ബ്രിട്ടനിൽ നിന്നാണെങ്കിൽ 1, പിന്നെ തായ്വാനീസ് ആയിട്ടുള്ള ഫോക്സ്കോൺ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇവരാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ. ഇനി അടുത്തത് ആരാണ്? നമ്മൾ ആരൊക്കെയാണ് നോക്കിയത്? നമ്മൾ മെറ്റയാണ് നോക്കി. ഇനി ആമസോൺ ആണ് ആക്ച്വലി. Who owns really Amazon? Who owns? എൻ്റെ അമ്മോ, ജെഫ് ബെസോസ് ഏകദേശം 8.53% പുള്ളി ഓൺ ചെയ്യുന്നുള്ളൂ. പുള്ളി ചെയർമാനാണ്, ഫൗണ്ടറാണ്. 8. വാൻഗാർഡ് കണ്ടോ? അതായത് 8 ഉണ്ടെങ്കിൽ വാൻഗാർഡ് 7.85% അവർ ഓൺ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് റോക്ക് 6.64, പിന്നെ സ്ട്രീറ്റ് 3.48, പിന്നെ ഫിഡലിറ്റി 3.20%. JP Morgan and Chase അവരെത്രയാ? 1.89. പിന്നെ ജിയോഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് LLC 2.01. പിന്നെ പ്രൈസ് ടി റോ അസോസിയേഷൻ 1.66. പിന്നെ മോർഗൻ സ്റ്റാൻലി ആണെങ്കിൽ 1.57. പിന്നെ നോർത്തേൺ ആണെങ്കിൽ 0.92. പിന്നെ ക്യാപിറ്റൽ റിസർവ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ 0.81. ഇതിനകത്ത് മറ്റേതിലുണ്ടായിരുന്ന വാൻഗാർഡിൻ്റെ മറ്റേതിലുണ്ടായിരുന്ന വാൻഗാർഡ്, ബ്ലാക്ക് റോക്കുണ്ട്, സ്ട്രീറ്റ്, ഫിഡലിറ്റി ഉണ്ട്, ജോൺ ഉണ്ട്, JP മോർഗൻ ഉണ്ട്, മോർഗൻ സ്റ്റാൻലി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ബാക്കി 64% കോമൺ ആയിട്ടുള്ള ആൾക്കാർ പിന്നെ വേറെ മനുഷ്യരൊക്കെയാണ്. ബാങ്ക് ഓഫ് അമേരിക്ക ഉണ്ട്. പിന്നെ ഏതാ? അത് ബാങ്ക് ഓഫ് അമേരിക്ക മാത്രമേ കണ്ടിട്ട് മനസ്സിലാവുന്നുള്ളൂ ഗൈസ്. ബാങ്ക് ഓഫ് HSBC ഉണ്ട്, വെൽസ് ഫാർഗോ അറിഞ്ഞൂടാ, ഇല്ല, നെവർ. ബാക്കി ആരും അറിയില്ല. അതായത് ജെഫ് ബെസോസിൻ്റെ അടുത്ത് വരെ 8.53% മാത്രമേ ആമസോണിൻ്റെ സ്റ്റോക്ക് കയ്യിലുള്ളൂ. ബാക്കി എല്ലാവരും ഇത്രയധികം ആൾക്കാരാണ് ആക്ച്വലി ഇത് ഓൺ ചെയ്യുന്നത്. ഓരോരോ കാര്യങ്ങൾ. അതായത് ജെഫ് ബെസോസിന് സ്വന്തം കമ്പനി ആയതിനേക്കാളും കൂടുതൽ വേറെ പല കമ്പനികളിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അതായത് ഈ ജെഫ് ബെസോസിന് തന്നെ പെർപ്ലെക്സിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലൗഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. എൻ്റെ അമ്മോ, ഇങ്ങനെ. അതായത് ആമസോൺ, അതായത് ക്ലൗഡിയൊക്കെ ChatGPT, ജെമിനൈൻ്റെ കൂടെ ഇങ്ങനെ മത്സരിക്കുന്ന കമ്പനിയാണ്. അവർക്കാണ് ആക്ച്വലി
ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ആക്ച്വലി ആമസോൺ. ഇനി ബാങ്ക് ഓഫ് അമേരിക്കയാണ്. ബാങ്ക് ഓഫ് അമേരിക്ക ഗൈസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാങ്ക് ഓഫ് അമേരിക്കനെ കുറിച്ചാണ്. ബാങ്ക് ഓഫ് അമേരിക്കേൻ്റെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത് വാൻഗാർഡ് ആണ്. 8.4 ഷോ ഏകദേശം ഗൈസ്, ബാങ്ക് ഓഫ് അമേരിക്കേൻ്റെ ഏകദേശം അവരുടെ ഉള്ളത് വാൻഗാർഡിൻ്റെ അടുത്താണ് 8.43. പിന്നെ ബെർക്ക്ഷയർ ഹാത്വേസ്, വാറൻ ബഫറ്റിൻ്റെ കമ്പനിക്ക് 8.31. ബ്ലാക്ക് റോക്കിനാണെങ്കിൽ 7.01. സ്റ്റേറ്റ് സ്ട്രീറ്റിനാണെങ്കിൽ 3.88%. ഫിഡലിറ്റിക്കാണെങ്കിൽ 2.67%. JP മോർഗൻ ആൻഡ് ചേസിന് 2.17. പിന്നെ ജിയോഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് LLCക്ക് 1.94. ക്യാപിറ്റൽ വേൾഡ് ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ 1.46. മോർഗൻ സ്റ്റാൻലി 1.41. ഇതിനകത്ത് ബാക്കി ഇൻവെസ്കോ, പിന്നെ ഏതാ, ഇല്ല വേറെ എനിക്ക് സിറ്റി ആക്ച്വലി ഒരു ഫേമാണ്, അതായത് ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജറാണ്. ഗോൾഡ്മാൻ സാക്സ് ഉണ്ട്, അത് വൈക്കിങ്ങോ, ബാക്കി എനിക്കൊരു കമ്പനീനെ അറിയില്ല ഗൈസ്. അപ്പോൾ ആക്ച്വലി അതായത് ഇതെല്ലാം ഹൂ ഓൺസ് ബാങ്ക് ഓഫ് അമേരിക്കനെ ആക്ച്വലി ഓൺ ചെയ്യുന്നത് പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ്. എല്ലാത്തിനും ഇപ്പം നമ്മൾ 3 നോക്കി, അതിനകത്ത് 3 വാൻഗാർഡിനും ബ്ലാക്ക് റോക്കിനും നല്ല ഷെയർസ് ഉണ്ട്. സ്റ്റേറ്റ് സ്ട്രീറ്റിനും ഉണ്ട് അത്യാവശ്യം, എന്നാലും വാൻഗാർഡിൻ്റെയും ബ്ലാക്ക് റോക്കിൻ്റെയും അത്ര എത്തൂല ആക്ച്വലി. അതാണ് ഗൈസ്. കൊക്കക്കോള ആരാണ് ഈ കൊക്കക്കോള ഓൺ ചെയ്യുന്നത്? വാറൻ ബഫറ്റ് ആണ് ആക്ച്വലി കൊക്കക്കോള ഓൺ ചെയ്യുന്നത്. 9.29%. പുള്ളിയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. പണ്ട് ആക്ച്വലി വാറൻ ബഫറ്റ് ഈ കൊക്കക്കോളേൻ്റെ ബോട്ടേഴ്സ് എല്ലാം ആക്ച്വലി വിറ്റ് നടന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഷെയർ ഇൻ കൊക്കക്കോള എന്ന് പറയുന്നത് ബെർക്ക്ഷയർ ഹാത്വേസിനാണ്, ഏകദേശം 2.29%. അതേപോലെ തന്നെ വാൻഗാർഡിനാണെങ്കിൽ 8.39%. ബ്ലാക്ക് റോക്കിനാണെങ്കിൽ 7.26%. സ്റ്റേറ്റ് സ്ട്രീറ്റിനാണെങ്കിൽ 3.82%. ജിയോഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് LLCക്ക് ആണെങ്കിൽ 2.23%. JP മോർഗൻ ചേസിന് 2.16%. പിന്നെ FMR LLCക്ക് 2.05%. മോർഗൻ സ്റ്റാൻലി 2%. ചാൾ സൗവ അങ്ങനെ ആയിരിക്കും 1.63%. ഗൈസ് അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഏതാ ഉള്ളത്? വേറെ സാധാരണ ബാങ്ക് ഓഫ് അമേരിക്ക വല്ലതും ഉണ്ടോ? ഇല്ല. ഗോൾഡ്മാൻ സാക്സ് ഉണ്ട്, പിന്നെ ഇൻവെസ്കോ ഉണ്ട്, ബാങ്ക് ഓഫ് അമേരിക്ക ഉണ്ട് ഗൈസ്. ഉണ്ട്. ബാങ്ക് ഓഫ് അമേരിക്കയും കൊക്കക്കോളയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഓ, റെയ്മണ്ട് ജെയിംസ്, സ്റ്റേറ്റ് ഫാം. എൻ്റെ മോനെ, ഇത്ര ആൾക്കാരാണ്. പിന്നെ കോമണേഴ്സിൻ്റെ അടുത്തും കുറേ ഉണ്ടാവും ഗൈസ്. ഇവരെല്ലാമാണ് ഈ സ്റ്റോക്കുകളെല്ലാം ഓൺ ചെയ്യുന്നത്. ഒരു കമ്പനി കൊക്കക്കോള. അതായത് വാറൻ ബഫറ്റ് 1888 തൊട്ട് തന്നെ കൊക്കക്കോളേൻ്റെ ഇത് എന്താ സ്റ്റോക്സ് പുള്ളിൻ്റെ കയ്യിലുള്ളതാണ്. അതായത് ഡിവിഡൻഡ് മാത്രമായിട്ട് 700 മില്യൺ റുപ്പീസാണ് ഒരു വർഷം കൊക്കക്കോള പുള്ളിനെ പേ ചെയ്യുന്നത്. അതായത് ഓരോ കൊക്കക്കോള പ്രൊഡക്ട്സ് ഉണ്ട്, പിന്നെ കൊക്കക്കോളയ്ക്ക് തന്നെ ഇഷ്ടംപോലെ സബ് ബ്രാൻഡ്സ് ഉണ്ട്. അതെല്ലാം തന്നെ ഇതിനൊരു ഗരുഡ മേടിച്ചിട്ട് കൊക്കക്കോളേൻ്റെ കോള സ്റ്റോക്ക് പ്രൈസ് 66 റുപ്യ കൊക്കക്കോളയ്ക്ക്. പിന്നെ ഏതാ? ആമസോൺ സ്റ്റോക്ക് പ്രൈസ് ഈ $66 ഇട്ടിട്ട് ഗൈസ്. അതേപോലെ തന്നെ Amazon.com ആണെങ്കിൽ $230. Amazon.com. അതേപോലെ തന്നെ ഇനി നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനി നോക്കിയാൽ ആക്ച്വലി അത് ബാങ്ക് ഓഫ് അമേരിക്കൻ്റെ സ്റ്റോക്ക് പ്രൈസ് നോക്കാം. ബാങ്ക് ഓഫ് അമേരിക്കൻ്റെ സ്റ്റോക്ക് പ്രൈസ്
$51, $51, കൊക്കക്കോള. ഇനിയാണ് കളി. ബ്ലാക്ക് റോക്ക്. ബ്ലാക്ക് റോക്കിന് സ്റ്റോക്ക് പ്രൈസ് ഉണ്ടാവുമോ ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു ബ്ലാക്ക് റോക്ക് സ്റ്റോക്ക് പ്രൈസ് $1123 മുകളിലാണ് ഗൈസ് ബ്ലാക്ക് റോക്കിന്റെ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ്. ഇതൊക്കെ എന്തെങ്കിലും വാങ്ങി വെച്ചിരുന്നെങ്കിൽ വിഷമം വന്നിട്ട് വയ്യ. $1123 ഒരു സ്റ്റോക്കിന്റെ പ്രൈസ്. അതായത് ഇവിടുത്തെ ഏകദേശം ഒരു 80,000 രൂപ വരും. 80ന്റെ മുകളിൽ വരും. 80 to 1 ലക്ഷത്തിന്റെ അടുത്ത് വരും. അല്ലെങ്കിൽ അതിന് മുകളിലും പോകും. 1000 എന്ന് പറയുന്നത് തന്നെ. അതായത് വാൻഗാർഡാണ് ആക്ച്വലി ബ്ലാക്ക് റോക്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ഉള്ളത്. 8.87%. അതേപോലെ പിന്നെ ബ്ലാക്ക് റോക്കിന്റെ കയ്യിൽ തന്നെ ഉണ്ട് 6.67%. പിന്നെ സ്ട്രേറ്റ് സ്ട്രീറ്റ് 4.10%. ടെമാസെക് പ്രൈവറ്റ് ആണ് 3.28%. പിന്നെ ബാങ്ക് ഓഫ് അമേരിക്ക 2.86%. ക്യാപിറ്റൽ വേൾഡ് ഇൻവെസ്റ്റേഴ്സ് 2.61%. മോർഗൻ സ്റ്റാൻലി 2.58%. പിന്നെ ക്യാപിറ്റൽ റിസർച്ച് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ 2.21%. ജിയോഡ് ക്യാപിറ്റൽ മാനേജ്മെന്റ് LLC 2%. വെൽസ് ഫാർഗോ 1.66%. പിന്നെ ലാരി ഫിങ്ക് ലോറൻസ് CEO. ലാരി ഫിങ്ക് എന്നാണല്ലോ ഇതിനകത്ത് വന്നേക്കുന്നത്. പുള്ളിൻ്റെ ഫുൾ നെയിം ആണ് അങ്ങനെ. ബ്ലാക്ക് റോക്കിന്റെ സീനിയർ ഉണ്ടാവുമല്ലോ ലാരി ഫിങ്ക്. അത് തന്നെ ഫിങ്ക് ലോറൻസ്. ഓക്കെ, അങ്ങനെ തന്നെ CEO 0.42% പുള്ളിൻ്റെ കയ്യിൽ. റോബർട്ടോ എസ് ക്യാപിറ്റോ 0.25%. ഫയസ് സെറോഫിൻ 0.41%. വാഗ്നർ സൂസൻ 0.34%. അത് 63%. ഇതിനകത്ത് ഇൻവെസ്കോവിനെ മാത്രം അറിയാം. പിന്നെ ഫിഡലിറ്റി, JP മോർഗൻ ആൻഡ് ചേസ്, ഫിഡലിറ്റിക്ക് എനിക്ക് അതിനകത്ത് കുറച്ചേ ഉള്ളൂ. JP മോർഗൻ ആൻഡ് നോർത്തേൺ, ബാർക്കോൺസ്. ആക്ച്വലി ഇവർക്ക് എല്ലാവർക്കുമാണ് ബ്ലാക്ക് റോക്കിലുള്ളത്. ബ്ലാക്ക് റോക്ക് നമുക്ക് ടെസ്ല, മസ്കണ്ണൻ്റെ മസ്കണ്ണൻ ഏകദേശം 21%. മസ്കണ്ണൻ കളിക്കുന്നു. അതെ, മസ്കണ്ണനാണ് 21% ഓൺ ചെയ്യുന്നത്. അതിനുശേഷം വാൻഗാർഡ് 7.68% ഉണ്ട്. വാൻഗാർഡ്. പിന്നെ ബ്ലാക്ക് റോക്ക് 6.39. പിന്നെ സ്ട്രേറ്റ് സ്ട്രീറ്റ് 3.54. ജിയോഡ് ക്യാപിറ്റൽ മാനേജ്മെന്റ് LLC 1.97. മോർഗൻ സ്റ്റാൻലിക്കാണെങ്കിൽ 1.41% മോർഗൻ സ്റ്റാൻലി. പിന്നെ ക്യാപിറ്റൽ വേൾഡ് ഇൻവെസ്റ്റേഴ്സ് 1.25%. പിന്നെ JP മോർഗൻ ആൻഡ് ചേസ് 1.23%. FMR LLC. എന്താടാ FMR LLC? ഇതെന്തുവാ തല തിരിച്ച് പിടിക്കണല്ലോ ഈശ്വര. 0.94. പിന്നെ നോർത്തേൺ 0.86. ബാങ്ക് ഓഫ് അമേരിക്കൻ ബാങ്കിനടക്കം ആരെയും സ്റ്റോക്ക് വാങ്ങാൻ പറഞ്ഞ 0.77%. തനേജ വൈഭവ് 0.08%. ഇന്ത്യക്കാരുമല്ലോ. ബാഗ്ലിനോ ആൻഡ്രീഡി 0.07%. റോബിൻ M ഡെൻഹോൺ 0.05%. കിംബാൽ മസ്ക് 0.08%. അതേഴ്സ്. പിന്നെ ചെവി ചേസ് 0.05%. കാത്ലീൻ വിൽസൺ തോംസൺ 0.05%. അതേഴ്സ് 52%. കൈസ് 52. ടെസ്ലേൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്ര നോക്കാം. ടെസ്ല സ്റ്റോക്ക് പ്രൈസ് എൻ്റെ അമ്മോ 418. അതായത് ആപ്പിളിനേക്കാളും ഉണ്ട്,
അതേപോലെ തന്നെ എൻവിഡിയനേക്കാളും ഉണ്ട്, ആമസോണിനേക്കാളും ഉണ്ട്. മെറ്റേൻ്റെ ആയിരുന്നു. മെറ്റയ്ക്ക് എന്നാ 774. ഓ, ടെസ്ല സീനാട്ടോ ഗൈസ്, ടെസ്ല. ഓ, ഇത് എന്തൊക്കെയാണല്ലേ കാണിക്കണ്ടേ. ഓ, ഇനി അടുത്ത ചേട്ടൻ അതായത് നമ്മുടെ വാൻഗാർഡ് ബ്ലാക്ക് റോക്ക്. ഇനി അടുത്തത് വാൻഗാർഡിന്റെ സാധനമാണ്. ഏകദേശം ആപ്പിളിനാണ് ഏറ്റവും കൂടുതൽ വാൻഗാർഡ് ഗ്രൂപ്പിൽ ഇതായിട്ടുള്ളത്. ആപ്പിൾ 5.6%, മൈക്രോസോഫ്റ്റ് 4.7%, എൻവിഡിയക്ക് 4.3%, ആമസോണിന് 2.9%, ആൽഫബറ്റ് ഗൂഗിൾ ഇൻക്ലൂഡിങ് ആൽഫബറ്റിന് 2.6%, മെറ്റയ്ക്ക് 2.0%, ബർക്ക്ഷയർ ഹാത്വേസ് വാറൻ ബഫറ്റ് 1.5%, ബ്രോഡ്കോം 1.4%, JP മോർഗൻ ആൻഡ് ചേസ് 1.2%, എലി ലില്ലി 1.2%, ടെസ്ല 1.22%. ഓ, പിന്നെ അതേഴ്സ് ആണ്. കൊക്കക്കോള ഉണ്ട്, ആക്സെഞ്ചർ ഉണ്ട്, IBM ഉണ്ട്, വാൾമാർട്ട് ഉണ്ട്, പിന്നെ എന്താ ജോൺസൺ ആൻഡ് ജോൺസൺ ഉണ്ട്, വാൻഗാർഡ് തന്നെ ഓൺ ചെയ്യുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ് ഉണ്ട്, വിസ ഉണ്ട്, മാസ്റ്റർ കാർഡ് ഉണ്ട്, വെൽസ് ഫാർഗോ ഉണ്ട്, പെപ്സി ആൻഡ് കോയും കൂടി ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, സെയിൽസ് ഫോഴ്സ് ഉണ്ട്, സിസ്കോ ഉണ്ട്, വാൾമാർട്ട്, പലാന്തർ ഉണ്ട്. എൻ്റെ അമ്മോനെ, ബാങ്ക് ഓഫ് അമേരിക്ക, ഷെവ്രോൺ ഉണ്ട്. അതായത് ആക്ച്വലി ഞാൻ ഇതുവരെ നോക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പനികൾ ഇതിനകത്ത് നിന്ന് വാൻഗാർഡ് ഗ്രൂപ്പിൻ്റെ പോർട്ട്ഫോളിയോ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തുള്ള മിക്ക കമ്പനികളെയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആപ്പിൾ തൊട്ട് എല്ലാം. എന്തോ അല്ലേ ഇത്. വാൻഗാർഡിൻ്റെ സ്റ്റോക്ക് പ്രൈസും വാല്യുവേഷനും നോക്കാം. വാൻഗാർഡ് സ്റ്റോക്ക് പ്രൈസ് തന്നെയല്ലേ സ്പെല്ലിങ്, വാൻഗാർഡ് തന്നെ. വാൻഗാർഡിൻ്റെ സ്റ്റോക്ക് പ്രൈസ് $325 ആണ് ഗൈസ്. വാൻഗാർഡ് സ്റ്റോക്ക് പ്രൈസ് ആൻഡ് വാല്യുവേഷൻ. ഗൈസ് 10.4 ട്രില്യൺ ആണ് അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. മിസ്റ്റർ വാൻഗാർഡിൻ്റെ വാല്യുവേഷൻ. വാൻഗാർഡ് കമ്പനിയൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ ഗൈസ്. വാൻഗാർഡ് ഇതാണ്. അതായത് ബ്ലാക്ക് റോക്ക് ബിഗ് ടെക് കമ്പനീസിൻ്റെ വാല്യുവേഷൻ നോക്കുക. ബ്ലാക്ക് റോക്കിന് ഇപ്പം കറണ്ട് വാല്യുവേഷൻ നമുക്ക് നോക്കാം. ബ്ലാക്ക് റോക്ക് വാല്യുവേഷൻ. ഇതെന്തോ ഇത്. ബ്ലാക്ക് റോക്ക് ഇതിനകത്ത് ഏകദേശം 11 ട്രില്യൺ ആണ് ആക്ച്വലി അവന്മാരുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് മൈക്രോസോഫ്റ്റ് ഇതിനകത്ത് എൻവിഡിയൻ്റെ ഒക്കെ വാല്യുവേഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് മെയ് മാസത്തിലുള്ള വാല്യുവേഷനാണ്, അതായത് കഴിഞ്ഞ വർഷത്തെ വാല്യുവേഷനാണ്. ഇപ്പോൾ ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം കറണ്ട്ലി വരുന്നത് എൻവിഡിയ ആണ്, ഏകദേശം 4 ട്രില്യൺ വരുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് സെക്കൻഡ്, പിന്നെ ആപ്പിളാണ് വരുന്നത്, പിന്നെ ആമസോൺ, ആൽഫബറ്റ്, മെറ്റ, അങ്ങനെ എല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കിത് ഒരു കറണ്ട് ഇതായിട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കുകയില്ല ഗൈസ്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല.
ഗൈസ് ഒന്ന് ഓർത്തു നോക്കുക, അതായത് 53% ആയിരുന്നത് 2024 ജൂണിൽ 53%, 2025 എത്തിയപ്പോഴത്തേന് 73% കോൺവെർസേഷൻ ആണ് ആക്ച്വലി ചാറ്റ് ജി പി ടിയിൽ നടന്നതെന്നുള്ളത്. അത്രയും വലിയൊരു കോൺവെർസേഷൻ. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള IT ഗൈസ്, അതേപോലെ തന്നെ വേറെ ടെക് ഗൈസ് ഉണ്ടാവുമല്ലോ, പിന്നെ വീഡിയോ ക്രിയേറ്റേഴ്സ്, അവരുടെയൊക്കെ കോൺവെർസേഷൻ ഉണ്ടാവും. അതിനേക്കാളും കൂടുതൽ ആൾക്കാർ യൂഷ്വൽ കോൺവെർസേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഹൈപ്പിൽ നിൽക്കുന്നത്. ആക്ച്വലി യൂഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ഗൈസ് നാനോ ബനാനോ പ്രോംപ്റ്റുകളാണ്. നാനോ ബനാനോ ഇപ്പം ജെമിനായി തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ചാറ്റ് ജി പി ടിനെ. ഈ ഒരു സാധനം വന്നോടെ നാനോ ബനാനോ. ചേച്ചീനെ കണ്ടാൽ എന്താ ഒറിജിനൽ ആണെന്നല്ലേ പറയുള്ളൂ. അതാണ് പ്രത്യേകത. ചേച്ചിയേ അങ്ങനെ. പിന്നെയും മൈക്രോസോഫ്റ്റും അതേപോലെ തന്നെ ഓപ്പണേയും ഒരു ഡീലിന്, അല്ലെങ്കിൽ തന്നെ ഏകദേശം അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആക്ച്വലി 13 ബില്യൺ 14 ബില്യണോളം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് മൈക്രോസോഫ്റ്റിന്. എന്നിട്ട് അതിൻ്റെ പുറമെയാണ് വേറെ കുറച്ച് പരിപാടിയും കൂടെ, ഇപ്പം വേറൊരു പാർട്ട്ണർഷിപ്പും കൂടെ ഇതാക്കിയേക്കുന്നത്. ടു റീഷേപ്പ് പാർട്ട്ണർഷിപ്പ്. ഇപ്പം കറണ്ട് വാല്യുവേഷൻ ഉണ്ടാവും, എത്ര ഉണ്ടാവും ഓപ്പണേക്ക്? കറണ്ട് വാല്യുവേഷൻ ഓപ്പണേൻ്റെ കറണ്ട് വാല്യുവേഷൻ 300 ബില്യൺ. ആക്ച്വലി ചിലപ്പോൾ ഇവർ ഈ മൈക്രോസോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു ഡീലും കൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 500 മില്യൻ്റെ അടുത്തോളം എത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. ഗൈസ് കണ്ടില്ലേ? അതായത് യങ് പീപ്പിൾസ് ജോബ് ആപ്ലിക്കേഷനൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ടൂൾസ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി HR ഈ ജോബ് ആപ്ലിക്കേഷൻസ് എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടി AI ഇത് ചെയ്യും. കഷ്ടപ്പാടാണ് ഗൈസ്. ഒരു ജോബ് ആപ്ലിക്കേഷനൊക്കെ കുറേ കഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ അതൊക്കെ കിട്ടൂ. കുറേ അനുഭവിച്ചിൻ്റെ പുറത്ത് പറഞ്ഞാണ് ഗൈസ്. കുറേയധികം കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു ഗൈസ്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 46.7 ബില്യണാണ് അവരുടെ റവന്യൂ ആയിട്ട് കണക്കാക്കുന്നത്. അതിനകത്ത് 23% എവിടെ നിന്നാണ് വന്നത്? ഒരു കസ്റ്റമറിൽ നിന്നാണ് ആക്ച്വലി വന്നത്. ഇതാരാന്ന് മാത്രം അവർ വെറുത്ത് പറഞ്ഞിട്ടില്ല. Who is that? അതൊക്കെയാ ബയോളജി. ബിക്കോസ് നമ്മുടെ ബിൽഗേറ്റ്സ് അണ്ണൻ പറഞ്ഞേക്കുവാണ്, അതായത് 3 ഫീൽഡ്സ് ഉണ്ട് കരിയേഴ്സ്. അത് നമ്മൾ AI റെവല്യൂഷനിൽ നിന്നെല്ലാം തന്നെ മാറ്റി നിർത്തണം സേഫായിട്ട് തന്നെ. അതൊന്ന് ബയോളജിയാണ്. ഓക്കെ, പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആണ് പുള്ളി പറയുന്നത്. ബട്ട് ആക്ച്വലി ഇപ്പം കണ്ടില്ലേ, ഒരു ഫുൾ സ്റ്റാക്ക് വെബ് ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ വരെ ഇഷ്ടം പോലെ സോഫ്റ്റ്വെയർസ് ഇപ്പം ഉണ്ട്. അതാണ് വേറൊരു സത്യം. എനർജി സെക്ടർ കരിയേഴ്സ്, ഗ്രീൻ എനർജി, അങ്ങനെ ഓരോരോ എനർജി എന്ന് പറയുന്നത്. 2024 ഗൂഗിൾ ഏകദേശം 23 ബില്യണാണ് ആക്ച്വലി വാല്യുവേഷൻ പോയത്, പബ്ലിക് ഓഫറിങ് പോയത്. അയ്യോ, ഇപ്പം അതെന്ന് പറയുന്നത് 3.01 ട്രില്യൺ. എൻ്റെ അമ്മ, 1.2 ട്രില്യൺ 5 മാസം കൊണ്ടാണ് അത് ആക്ച്വലി ആഡ് ചെയ്തത്. ഇതൊക്കെ എന്തുവാ? 23 ബില്യണിൽ കിടന്ന സാധനമാണ് ഇപ്പം 3.01 ട്രില്യണായി. കാലം പോയ പോക്കെ. അതാണ് ടെക്നോളജി.
ബില്യനേഴ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടല്ലോ. ഇതാ ആപ്പിള് ഒരു ചെറിയൊരു ഡീൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒന്ന് പെർപ്ലെക്സിറ്റി, പിന്നെ മിസ്ട്രൽ. ആക്ച്വലി മിസ്ട്രൽ എന്ന് പറയുന്നത് അത്ര ഫേമസ് ആയിട്ടില്ല. ആക്ച്വലി ഫോർ റഞ്ച് ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ബട്ട് ആക്ച്വലി നല്ല കിടിലൻ സാധനം അതിൻ്റെ എ എന്ന് പറയുന്നത്. നല്ല റീസണിങ്ങും നല്ല കപ്പാസിറ്റി ഉള്ള ഒരു നല്ല ഒരു ചെറിയ സാധനമാണ് ഗൈസ്. എൻ്റെ അമ്മോ, റിച്ച് ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ഷംസീർ വയലിൽ റേഡിയോളജിസ്റ്റ് വിറ്റ് നിർത്തിയിട്ട് 3.7 ബില്യൺ. വാവ്, പുള്ളി മലയാളി ആണോ? ഷംസീർ വയലിൽ നമുക്ക് അടിച്ചുനോക്കാം. ഷംസീർ അതന്നെ. ബുർഷീൽ ഹോൾഡിങ്സ് മേജർ മിഡിൽ ഈസ്റ്റിലാണ് ആക്ച്വലി. ഓ, ഈ ചെങ്ങായി കോഴിക്കോടുകാരനാണ് ആക്ച്വലി. 1900 മണിപ്പാലിൽ നിന്നാണ് ആക്ച്വലി ഇത് MBBS കഴിഞ്ഞത്. അതിനുശേഷം റേഡിയോളജി ചെന്നൈയിലെ കോളേജിൽ നിന്നാണ് പുള്ളി ഇതാക്കിയത്. പിന്നെ അതിന് ശേഷമാണ് പുള്ളി ആക്ച്വലി UAE മൂവ് ചെയ്തത്. ഷംസീർ വയലിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പേര്, ബട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ആക്ച്വലി. ഇതാണ് നമ്മുടെ ചിങ്ങായി. ഒരു ലൈക്ക് കൊടുത്തേക്കാം. ഷംസീർ വയലിൽ. വാവ്, ഇതെല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. അതായത് ഒരു ചൈനീസ് എംപ്ലോയി ഉണ്ടായിരുന്നു എലോൺ മസ്കിൻ്റെ XAIയിൽ. ആ ചെങ്ങായി എന്ന് പറയുന്ന ആ ഒരു ഓപ്പണയിൽ XAIൻ്റെ എല്ലാ കോഡ് ബേസും കൂടെ എൻ്റെ ഒരു കോഡ് ബേസ് അതിനകത്ത് നിന്ന് തൂക്കിയിട്ട് നേരെ അത് പോയത് ഓപ്പണയിലേക്കാണ്. അതേപോലെ തന്നെ ഏകദേശം 7 മില്യണോളം പുറത്തായിട്ടുള്ള സ്റ്റോക്സും പുള്ളീൻ്റെ അടുത്ത്, ആ ചൈനീസിൻ്റെ പുള്ളീൻ്റെ അടുത്തുണ്ടായിരുന്നു. ബട്ട് പുള്ളി ആ സ്റ്റോക്സ് എല്ലാം കൂടെ വിൽക്കുകയും ചെയ്തു. അപ്പോൾ ആര് മൂഞ്ചി? മസ്ക് മൂഞ്ചി, അല്ലാതെ ഇപ്പം വേറെ ആരും മൂഞ്ചി? അതാണ് ഹാപ്പൻ ആയത് ഗൈസ്. അങ്ങനെ അതായത് എല്ലാവർക്കും എപ്പോഴും അബദ്ധം പറ്റാണ്. ഇതാരായാലും ഇങ്ങനെയാണെങ്കിലും അത്രയേ ഉള്ളൂ കാര്യം പറഞ്ഞാൽ. ഇത് ഡെവിനേൻ്റെ ഫൗണ്ടറാണ് ഈ ചെങ്ങായി. ഈ ചെങ്ങായിൻ്റെ വീഡിയോ കുറേ കാലം മുന്നേ വൈറലായിരുന്നു. കാരണം ആക്ച്വലി ഈ ചെങ്ങായി ഒരു മാത്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. ആ മാത്സ് കോമ്പറ്റീഷനിൽ ഈ ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്ത് ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് പുള്ളി ഇങ്ങനെ ഉത്തരം പറയുന്നത്. അത് ഭയങ്കര വൈറലായിരുന്നു. ചിലർക്ക് വിചാരിച്ചാൽ അത് AI ആണ്. ആക്ച്വലി AI അല്ല, ഈ ഒരു ചെങ്ങായിയാണ് ആക്ച്വലി ഇത് ആക്കിയേക്കുന്നത്. ഇപ്പം അവരുടെ ആ ഒരു കോഗ്നിഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടപ്പിന് ഏകദേശം 10 ബില്യൺ വാലുവേഷൻ ആയിരിക്കുന്നു ഗൈസ്. അതായത് 400 മില്യണും കൂടി ഇപ്പോൾ അവർ റൈസ് ചെയ്തിട്ടുണ്ട് ഏകദേശം. ഓക്കെ, ചൈനച്ചേട്ടന്മാരെ ഗൈസ്, അങ്ങനെ സീൻ നടക്കുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ NVIDIAൻ്റെ ചിപ്സൊക്കെ ആയിരുന്നു ഈ ചൈനയിലെ ബൈഡു, അതേപോലെ തന്നെ വേറെ കുറേ AI സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഈ അലിബാബേൻ്റെ ഒക്കെ AI ഇതുണ്ടായിരുന്നു. അവരെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചൈനേൻ്റെ ആയിരുന്നു. എന്നിട്ട് ഈ NVIDIAൻ്റെ ചിപ്സെറ്റ്സ് ആയിരുന്നു ആക്ച്വലി അവന്മാരെല്ലാം കൂടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ചൈനയ്ക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഈ ചിപ്സെറ്റിലൊക്കെ വേറെ വല്ല കാര്യങ്ങളൊക്കെ അവന്മാർ അമേരിക്കക്കാർ കടത്തി വിട്ടാലോ എന്ന്. എന്നിട്ട് ആക്ച്വലി ചൈന അവരോട് പറഞ്ഞു ഈ ചിപ്സെറ്റിൻ്റെ സാധനമൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ താഴ്ത്താനൊക്കെ, യൂസേജ് കുറയ്ക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ ചില ചിപ്സെറ്റ്, സ്പെസിഫിക് ആയിട്ടുള്ള ചിപ്സെറ്റുകളെല്ലാം തന്നെ ആക്ച്വലി ചൈനയിൽ ബാൻ ആയിരുന്നു NVIDIAൻ്റെ. അതിനുശേഷമാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുന്നത്. അതായത് ഇനി ഒഫീഷ്യലി ബാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ബൈഡു ആണെങ്കിലും അലിബാബ ആണെങ്കിലും അവർക്ക് സ്വന്തമായിട്ടുള്ള ചിപ്സെറ്റ് ആക്ച്വലി അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കും ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്.
ഗൈസ് അപ്പം അതായത് യു എസിൻ്റെ പുറമെയുള്ള ലാർജർ മാർക്കറ്റ് ആയിരുന്നു ആക്ച്വലി ഈ ഒരു ചൈന എന്ന് പറയുന്നത്. അതെങ്ങനെയാണെങ്കിലും നഷ്ടപ്പെട്ടത് അവർക്കതൊരു വൻ തിരിച്ചടിയാണ്. കാരണം പിന്നെ ഇപ്പം തന്നെ എൻവിഡിയ ഇപ്പം ചിപ്സെറ്റിലാണ് ഇത്രയും മുൻപന്തിയിലുള്ളത്. ഇപ്പം തന്നെ ഒന്നോർത്ത് നോക്കും, പല കമ്പനീസ് ഇപ്പം തന്നെ സ്വന്തം ചിപ്സെറ്റ്, അതായത് മൈക്രോസോഫ്റ്റ് ഒക്കെ ആണെങ്കിലും ഒരു ചിപ്സെറ്റിനുള്ള തയ്യാറെടുപ്പുണ്ട് അവരുടെ അടുത്ത് ആക്ച്വലി. അപ്പോൾ ഇനി ഓരോ കമ്പനികളും ഓരോ ചിപ്സെറ്റ് ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ ഇവരുടെ വാല്യുവേഷൻ താഴുമോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പം ഉണ്ട് ആക്ച്വലി. കാരണം ഇത്രയും വലിയൊരു ലാർജർ മാർക്കറ്റാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. ചൈന ചൈന ചൈന. ബെസ്റ്റ്. ഇത് നിർത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് ഇവരിപ്പം അലിബാബ ആണെങ്കിലും ബൈഡു ആണെങ്കിലും ചിപ്സെറ്റ് ഉണ്ടാക്കിയിരിക്കൊണ്ടിരുന്നത്. ആ ഒരു ചിപ്സെറ്റിനെല്ലാം ഈ എൻവിഡിയൻ്റെ അത്രയും പെർഫോമൻസ് അത്രയും അവരെത്തിച്ചു, അത്രയും കഷ്ടപ്പെട്ടു. അതായത് ഇത്രയും എൻവിഡിയ ഏകദേശം 2010 തൊട്ട് തന്നെ അവർ ചിപ്സെറ്റിനുണ്ട്. ഇവരൊക്കെ ഇപ്പം തുടങ്ങിയല്ല, കുറച്ച് കാലം മുന്നേ തുടങ്ങിയവരാണെങ്കിലും ആ ഒരു എഫിഷ്യൻസിയിലേക്ക് ആക്ച്വലി അവർ എത്തിച്ചു. അതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പം ആര് മുഞ്ചി? എൻവിഡിയ മുഞ്ചി. ഗൈസ് ഫൈവർ കണ്ടോ? ഫൈവർ 30% അവരുടെ വർക്ക് ഫോഴ്സ് അവർ ഇല്ലാതാക്കാൻ വേണ്ടി പോവാം. ഗൈസ് ഫൈവർ നല്ലൊരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി. കിടിലൻ സാധനമാണ് ആക്ച്വലി. കുറച്ചും കൂടെ ഒരു പൈസ കുറവിന് നമുക്ക് സാധനം കിട്ടും. അപ്വർക്ക് പോലെയല്ല ആക്ച്വലി ഫൈവർ. 30% ആൾക്കാരൊക്കെ ഇവിടെയാണെങ്കിൽ ഇന്ത്യയിൽ TCS ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് ഇങ്ങനെ ഈ എന്തൊക്കെയൊക്കെ കാണുന്നു. എൻ്റെ അമ്മ, ഇതാ ഈ സാധനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഇപ്പം ആക്ച്വലി ഇവരിതാക്കിയേക്കുന്നത് ഇപ്പം ആക്ച്വലി ഈ ഒരു ഡീലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 300 ബില്യണുള്ള കമ്പനി ഇനി 500 ബില്യൺ ആവും. അതേപോലെ തന്നെ 50 മില്യണോളം ഇവർക്ക് ഈ ഒരു ഡീൽ വഴിയായിട്ട് ഇവർക്ക് സേവ് ചെയ്യാനൊക്കെ ഇത് സാധിക്കും ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ AI-ൻ്റെ 500 ആൾക്കാരെ മസ്കണ്ണനും പിരിച്ചിട്ടേക്കാണ്. എൻ്റെ അമ്മോ, അതായത് ഈ XAI ഉണ്ടല്ലോ, അതായത് 2022 XAI-ൻ്റെ ലോഞ്ച് ഉണ്ടാവുന്നത്. When did the XAI launch? 2023 ആക്ച്വലി XAI ലോഞ്ച് ചെയ്തത്. അപ്പം എന്നെ ഓർക്കണം, ChatGPT അതായത് ChatGPT നേരത്തെ തന്നെ ഇറങ്ങിയ 2022 ആയപ്പോഴത്തേനും 3.5 ഒക്കെ അവന്മാർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിനോട് കടപിടിച്ച് നിൽക്കാനാണ് അണ്ണൻ XAI സാധനം ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഗ്രോക്ക് 3 വരെ കിടിലൻ സാധനമായിരുന്നു. നല്ല രീതിയിൽ നല്ല പ്രോംപ്റ്റ് കൊടുക്കായിരുന്നു, ഇഷ്ടം പോലെ ഇമേജസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കായിരുന്നു. ബട്ട് ഗ്രോക്ക് 4 ആണോ ഗ്രോക്ക് 5 ആണോ നോക്കട്ടെ. ഗ്രോക്ക് വേർഷൻ അത് തന്നെ ലാസ്റ്റത്തെ ഗ്രോക്ക് വേർഷൻ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഗ്രോക്ക് വേർഷൻ എന്ന് പറയുന്നത് ഗ്രോക്ക് 4 ആയിരുന്നു ആക്ച്വലി. ആ ഒരു ഗ്രോക്ക് 4 അത്ര നല്ലൊരു സാധനമല്ല. ഇപ്പോൾ അതിൻ്റെ ഡോളർ ഏകദേശം $30 ആ ഇറങ്ങിയ സമയത്ത്. പിന്നെ ഹെവിക്കാണെങ്കിൽ $300. ബട്ട് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ സ്റ്റോറി റൈറ്റിങ്ങിലൊക്കെ ആണെങ്കിലും ഇത് ഗ്രോക്കാണ് കുറച്ചും കൂടെ കിടിലനായിട്ടുള്ളത് ഫ്രീ വേർഷനിൽ നോക്കുമ്പം ആക്ച്വലി. അപ്പം ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് ഏകദേശം 500 ഈ ഒരു AI മെഡൽസിനെല്ലാം ലേബിൾഡായിട്ടുള്ള ഡാറ്റാസ് വെച്ച് അതിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം 500 ആൾക്കാരാണ് ഇപ്പം പറഞ്ഞേക്കുന്നത്. ഇനി ആൾക്കാരൊന്നും വേണ്ട, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇനി മസ്കണ്ണനം ആഗ്രഹിക്കുന്നത്. അതായത് ഇതെല്ലായിടത്തും ഓരോ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. അതായത് AI എന്ന് പറയുന്നത് നമ്മൾ
നമ്മൾ കുറച്ചും കൂടെ അഡാപ്റ്റബിൾ ആവണം, നമ്മൾ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് എ ഐയോട് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എ ഐ ജോബുകളെയല്ല റീപ്ലേസ് ചെയ്യുന്നത്, അതായത് നമ്മൾ അത്രയും സ്പെഷ്യലിസ്റ്റ് ആയില്ലേ നമ്മുടെ ജോലിയും റീപ്ലേസ് ചെയ്യും. ബട്ട് നമ്മൾ ആസ് എ ഐനേക്കാൾ നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം നമുക്ക് എ ഐ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജോലികൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് ആക്ച്വലി സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ആക്ച്വലി ഡാറ്റാ സെൻറ്റേഴ്സ്, യു കെയിലെ ഡാറ്റാ സെൻറ്റേഴ്സ് യു കെയിലെ ഡാറ്റാ സെൻറ്റേഴ്സ് വരാൻ വേണ്ടി ഇവർ ഇനി കളിക്കുകയാണ്. യു കെയിൽ ഡാറ്റാ സെൻറ്റേഴ്സ് ഓപ്പണയും അതേപോലെ തന്നെ NVIDIAയും കൂടെ. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഓപ്പണയിൻ്റെ ഒരു ഓഫീസ് ആക്ച്വലി അവർ തുറക്കുന്നുണ്ട്. ഓപ്പണയിൽ തന്നെ ആക്ച്വലി ഇവിടെ എന്താ പറയുക, ഡൽഹിയിലാണ് ആക്ച്വലി അതിൻ്റെ ഇത് വരുന്നത്. അൽബേനിയ became the first country to name an AI system as a government minister. ഒരു AI സിസ്റ്റത്തിന് അവർ ഗവൺമെൻറ് മിനിസ്റ്ററിൻ്റെ എന്താ പറയുക പേരാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഇത് എവിടെയായിരുന്നു, അൽബേനിയയിലാണ് ആക്ച്വലി ഒരു വിർച്വൽ ആയിട്ടുള്ളൊരു പുതിയൊരു മിനിസ്റ്ററും കൂടെ അവന്മാർ ഇതാക്കിയേക്കുന്നത്. ഫസ്റ്റ് മെമ്പർ വിർച്വലി ക്രിയേറ്റഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു പുതിയ ആളെന്ന് പറയുന്നത്. ആ ഒരു AI ഫേംസ് എല്ലാ പബ്ലിക് ടെൻഡേഴ്സും എല്ലാം നോക്കി അത് ഇവാലുവേറ്റ് ചെയ്യും. ആക്ച്വലി പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുത്തേക്കുന്ന എല്ലാ പബ്ലിക് സാധനങ്ങളും. Un assistente UI virtual e criuar da inteligjența artificială. Komunikoni më shpejt dhe më lehtë, tashmë edhe me mesazhe zanore. Futuni në profilin tuaj në Albania dhe kërkoni ndihmën time. Unë do të marr informacion nga institucioni publik nga I cili kërkoni shërbim dhe do t'ju jap përgjigjen e detajuar. Përgjigjet janë të shpejta dhe të sakta, por ato nuk janë këshilla zyrtare dhe as opinionet autoriteteve përgjigjëse. Përdorimi I asistentit virtual është opsional. Në çdo rast, ju mund të përdorni Albania dhe shërbimet e saj pa përdorur asistentin virtual. Albania, platforma e të gjithë shqiptarëve. അപ്പോൾ അൽബേനിയക്ക് ഇനി നമ്മുടെ ഇന്ത്യക്ക് എന്നാണ് ഒരു പുതിയ ചേച്ചി ഉണ്ടാവുക? എൻ്റെ മോനെ, എന്നാലും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു ഐഡിയ. അതായത് ഒരു ചെറിയൊരു വിർച്വൽ AI അസിസ്റ്റൻ്റ് ആണ് ആക്ച്വലി പുള്ളിക്കാരത്തിക്ക് ഒരു രൂപഭാവങ്ങളൊക്കെ ആയിട്ടാണ് ഇതാക്കിയേക്കുന്നത്. അതായത് ആക്ച്വലി ഇതിനകത്ത് മെയിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ഇവരുടെ ഡിസിഷൻ മേക്കിങ്ങിന്, അതേപോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഗവൺമെൻറ്റിൻ്റെ സിറ്റിസൺസിനെ കുറേ കൂടെ വളരെ നല്ല രീതിയിൽ സെർവ് ചെയ്യാനൊക്കെയാണ് ഇവർ ഈ ഒരു AI സിസ്റ്റം വഴി യൂസ് ചെയ്യുന്നത്. സംശയമുണ്ട്, അതായത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഈ AI സിസ്റ്റം എന്താ പറയുക യൂസ് ചെയ്യുന്ന സമയത്തും അത് ഹ്യൂമൻസ് ആയിരിക്കും ഇതാക്കുന്നത്. അപ്പോൾ ആ ഒരു ഹ്യൂമൻസിനെ വഴി ഈ ഒരു കറപ്ഷനൊക്കെ ഈ ഹ്യൂമൻസ് ആണല്ലോ ഇതിനെ നിയന്ത്രിക്കുന്നത്. അതുമായിട്ട് കറപ്ഷൻ കുറച്ചും കൂടെ കൂട്ടാനും ചാൻസ് ഉണ്ട്, അതായത് ഈ AI സിസ്റ്റം ഇവർ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ AI ചേച്ചിനെ നമ്മൾ പരിചയപ്പെട്ടു. കാണാത്തവർക്കായിട്ട് ഇതാ ഒന്നും കൂടെ ഞാൻ കാണിക്കുന്നു. ഇതാണ് നമ്മുടെ ചേച്ചി, AI ചേച്ചി, അൽബേനിയയിലുള്ള AI ചേച്ചി. ഇതൊക്കെ കിടിലനാണല്ലേ. Google gets sued for billions by PubMatic over money. What is PubMatic?
ആക്ച്വലി ഇതൊരു പബ്ലിക് മാറ്റർ എന്ന് പറയുന്ന ഒരു സപ്ലൈ സൈഡ് പ്ലാറ്റ്ഫോം that helps publishers sell digital ad space. Oh, ഡിജിറ്റൽ ആഡ് സ്പേസ് പബ്ലിഷേഴ്സിന് വേണ്ടി എന്താ പറയുക, ഡിജിറ്റൽ ആഡ് സ്പേസ് പബ്ലിഷേഴ്സ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് പബ്ലിക് മാറ്റിക് എന്ന് പറയുന്നത്. അവരാണിപ്പം ഗൂഗിളിനെ സ്യൂ ചെയ്യുന്നത്. ഗൂഗിളിന് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ട് ഇരിക്കുന്നു ഗൈസ്. അങ്ങനെ പെർപ്ലെക്സിറ്റി ചേട്ടന്മാർ ഏകദേശം 18 ബില്യൺ ആയിരുന്നു വാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം 20 മില്യണോളം രൂപയാകാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇപ്പം തന്നെ 20 മില്യൺ വരെ റൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. AR glasses, Amazon is building AR glasses with camera and speakers to rival Meta AI glasses. വാവ്, ഇപ്പം ആമസോണും AR ഗ്ലാസ്സസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെറ്റച്ചേട്ടന്മാരുണ്ടല്ലോ, അവന്മാർക്കിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാരുടെ AR ഗ്ലാസ്. പിന്നെ ഇപ്പോൾ ഇവിടെ അംബാനിയൊക്കെ ഇറക്കിയിട്ടുണ്ട് സാധനം. അംബാനിയൊക്കെ ഇറക്കിയിട്ടുണ്ടത്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇന്നോവേഷൻസ്, പുതിയ പരിപാടികൾ എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, നമസ്കാരം, ഗുഡ് നൈറ്റ്.